ഇന്ത്യയിൽ ഏറ്റവുമധികം ക്രൈസ്തവർ പീഡിപ്പിക്കപ്പെട്ട സ്ഥലത്ത് നിന്ന് തന്നെ വിവിധ ഭാഷകളിൽ ദൈവവചനം അച്ചടിക്കാൻ ദൈവം കൃപ നൽകി എന്നതിനേക്കാൾ വലിയൊരു അത്ഭുതം വേറെ എന്താണുള്ളത്? ഫിയാത്ത് മിഷന്റെ പ്രവർത്തനങ്ങൾക്കായി ദൈവം തിരഞ്ഞെടുത്ത് നൽകിയ ഒഡീഷയിലെ കട്ടക് എന്ന സ്ഥലത്ത് ടീം അംഗങ്ങൾ മധ്യസ്ഥ പ്രാർത്ഥന നടത്തി വരികയായിരുന്നു. ഏതാനും നാളുകൾക്ക് ശേഷം അവിടെ ഒരാൾ 20 ഏക്കർ സ്ഥലം ഫിയാത്ത് മിഷന് വേണ്ടി നൽകി. 2023 ആ സ്ഥലത്ത് ചെറിയൊരു കെട്ടിടമുണ്ടാക്കി പ്രിൻറ്റിംഗ് പ്രസ്സിനാവശ്യമായ വസ്തുക്കൾ അവിടേക്ക് കൊണ്ടുവന്നു. ആ ചെറിയ കെട്ടിടത്തിൽ വെച്ചാണ് ബൈബിളിൻ്റെ ഹിന്ദി പതിപ്പ് ആദ്യമായി അച്ചടിച്ചത്. 500,000 മേൽ ബൈബിൾ അവിടെ അച്ചടിച്ചു. അതൊരു തുടക്കമായിരുന്നു. ഈ വർഷമാദ്യം മാസ എന്ന ഭാഷയിൽ ബൈബിൾ പ്രിൻ്റ് ചെയ്യാനിടയായി. ആഫ്രിക്കയിലെ 20 രാഷ്ട്രങ്ങളിലേക്കുള്ള ബൈബിളും ബംഗാളി ഭാഷയിൽ സമ്പൂർണ്ണ ബൈബിളും പ്രിൻ്റ് ചെയ്യാൻ ഇവർക്ക് കഴിഞ്ഞു. ഞങ്ങൾക്ക് ഫസ്റ്റ് വരുന്നത് പ്രിൻറ്റിംഗ് ആണ്. പ്രിൻറ്റിങ്ങിൽ ഫസ്റ്റ് നമുക്ക് ഈ ഡിജിറ്റലി കിട്ടുന്ന പ്രിൻ്റ് നമ്മളത് ഒരു CTP പ്ലേറ്റിൽ എന്ന് പറഞ്ഞ ഒരു പ്ലേറ്റിലേക്ക് ആക്കി അത് പേജ് നമ്പറൊക്കെ അതിനുള്ളിൽ കറക്റ്റ് ചെയ്തിട്ട് നമുക്ക് ആ സാധനം പ്രിൻറ്റിങ് മെഷീനിലേക്ക് ഇട്ട് അത് പിന്നെ ഒരു ഫോമായിട്ട് വരാണ്. ഒരു ഫോം എന്ന് പറയുന്നത് ഏകദേശം ഒരു 64 പേജസ് ഉണ്ടാവും അതിനുള്ളിൽ. അത് നമ്മൾ ആദ്യം പ്രിൻറ്റ് ചെയ്ത് എത്രയാണോ നമുക്ക് ഓർഡർ ഉള്ളത് അതനുസരിച്ച് നമ്മൾ പ്രിൻറ്റ് ചെയ്ത് പിന്നെ ഈ 64 പേജസ് നമ്മൾ ഗ്യാതറിങ്ങിലിട്ട് അത് നമ്മൾ ഗ്യാദർ ചെയ്ത് വരുമ്പോഴാണ് ഏകദേശം ഒരു ബൈബിളായിട്ട് നമുക്ക് കിട്ടുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ അത് സ്റ്റിച്ചിങ്ങിനും പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ അത് കട്ടിങ്ങിനും പിന്നെ അത് ബൈൻഡിങ് വർക്കുകൾക്ക് വേണ്ടി അങ്ങനെ പോണത്. ഇപ്പോൾ പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞ സാധനം ഇപ്പോൾ ഏകദേശം ഒരു ഫോമിൽ 64 വരും. അത് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഓർഡർ അനുസരിച്ച് വരും. ചിലതിൽ 32 വരും, ചിലതിൽ 64 പേജസ് ആകുമ്പോൾ ഒരു ഫോമിൽ വരാം, ചിലതിൽ 32, ചിലത് 64. അപ്പോൾ അങ്ങനത്തെ പേജുകൾ നമ്മൾ ഓരോ ഫോമുകൾ നമ്മൾ ഇതിനുള്ളിൽ വെച്ച് ഇപ്പോൾ ഒരു ബൈബിളിന് ആദ്യത്തെ 32 അല്ലെങ്കിൽ 64 ഫോംസ് നമ്മൾ ഇതിനുള്ളിൽ വയ്ക്കും. അടുത്ത 32 അല്ലെങ്കിൽ 64 പേജസ് നമ്മൾ ഇതിനുള്ളിൽ വയ്ക്കും. അങ്ങനെ അത് ഓരോ സ്റ്റേഷനിൽ വെച്ച് പോയി പിന്നെ അത് ഈ മിഷൻ്റെ അവസാനം എത്തുമ്പോഴേക്കും അത് ഒരുമിച്ച് ഒരു ബൈബിളായിട്ട് തിരിച്ചു വരാണ്. ഇതിപ്പോൾ പുതിയ നിയമം മാത്രമാണെങ്കിൽ ഒറ്റ ബൈബിളായിട്ട് തിരിച്ചു വരുള്ളൂ, അറ്റത്ത് കിട്ടുള്ളൂ. അല്ലെങ്കിൽ ഫുൾ ബൈബിൾ ആണെങ്കിൽ ഇതൊരു 2-3 വട്ടം ഈ സെയിം പ്രോസസ്സിലൂടെ കടന്നു പോയിട്ട് പിന്നെ നമ്മളത് മാനുവലി ഗ്യാദർ ചെയ്യണം. അപ്പോഴാണ് ഒരു ഫുൾ ബൈബിൾ നമുക്ക് കിട്ടുള്ളൂ. ഇതിപ്പോൾ ഏകദേശം 16 സ്റ്റേഷൻ ഉള്ളത്. അപ്പോൾ ഏകദേശം 16 സ്റ്റേഷൻ കഴിയുമ്പോഴേക്കും നമുക്കൊരു പുതിയ നിയമ ബൈബിൾ ആണെങ്കിൽ അത് ഇവിടെ എത്തുമ്പോഴേക്കും അത് കംപ്ലീറ്റ് ചെയ്തിട്ട് ഗ്യാദറിങ് കഴിഞ്ഞിട്ട് കൃത്യം ഓർഡറിൽ അത് ഫുള്ളായിട്ടൊരു ബുക്കായിട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടാകും. ഒരു ഫുൾ ബൈബിൾ നമുക്ക് അപ്ലിക്കും കിട്ടും. പുതിയ നിയമം മാത്രമാണെങ്കിൽ ഒറ്റ ബൈബിളായിട്ട് തിരിച്ചു വരുള്ളൂ, അറ്റത്ത് കിട്ടുള്ളൂ. അല്ലെങ്കിൽ ഫുൾ ബൈബിൾ ആണെങ്കിൽ ഇതൊരു 2-3 വട്ടം ഈ സെയിം പ്രോസസ്സിലൂടെ കടന്നു പോയിട്ട് പിന്നെ നമ്മളത് മാനുവലി ഗ്യാദർ ചെയ്യണം. അപ്പോഴാണ് ഒരു ഫുൾ ബൈബിൾ നമുക്ക് കിട്ടുള്ളൂ. മണിക്കൂറിൽ 7500 ബൈബിൾ പ്രതികൾ ബൈൻഡ് ചെയ്യാൻ കഴിയുന്ന മെഷീൻ ഈ വർഷം ലഭിച്ചു എന്നത് വലിയൊരു ദൈവിക ഇടപെടലായാണ് ടീം അംഗങ്ങൾ കാണുന്നത്. ഒരു വർഷം 10 ലക്ഷം ബൈബിളെങ്കിലും അച്ചടിച്ച് വിതരണം ചെയ്യണമെന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ ഇതിലൂടെ കഴിയുമെന്നാണ് ടീം അംഗങ്ങളുടെ വിശ്വാസം. ഇതോടൊപ്പം 2 പ്രിന്റിംഗ് മെഷീൻ കൂടി ഇവർക്ക് ലഭിച്ചു. ഇത് മാഫ എന്ന് പറഞ്ഞൊരു ലാംഗ്വേജിൽ നമ്മുടെ ആഫ്രിക്കയിലെ കാമറൂൺ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ട്രൈബൽ ഏരിയയിലെ ഒരു ബൈബിളാണ്. ഇത് ഇപ്പോൾ നെക്സ്റ്റ് മന്ത് നമ്മളിവിടുന്ന് കയറ്റിവിടാൻ പോണ ബൈബിളാണ്. നിപ്പിംഗ് ആൻഡ് സ്മാഷിങ് മെഷീൻ എന്ന് പറയുന്നത് ഇതിനുള്ളകൂടെ അതിൻ്റെ സ്പൈന് നമ്മളൊന്ന് സ്ട്രോങ് ആക്കാണ്. അവിടുത്തെ എയറുകൾ ഇതൊക്കെ കളഞ്ഞ് നമ്മളൊന്നുകൂടെ ഒന്ന് സ്ട്രോങ് ആക്കി എടുക്കുന്ന മെഷീനാണിത്. ഇത് ഞാൻ നേരത്തെ കാണിച്ചെന്ന മാഫ എന്ന് പറഞ്ഞ ബൈബിളിലെ ബൈൻഡിങ് കഴിഞ്ഞ് എല്ലാ പരിപാടികളും കഴിഞ്ഞിട്ട് ഇതിപ്പോൾ ഏകദേശം ഇനി ചെക്കിങ്ങിന് കൊടുക്കണ സമയമാണ്. പാക്കേജിങ്ങിന് മുമ്പ് നമ്മൾ ഒന്നുകൂടിയും ഇതിൻ്റെ പശയും എല്ലാ സാധനങ്ങളും ഒട്ടിയിട്ടുണ്ടോ എന്ന് നോക്കി ഇതിന് നമ്മൾ ഒന്നുകൂടി ഇനി ഒരു ചെക്കിങ്ങിന് കൊടുക്കും. അത് കഴിഞ്ഞിട്ടാണ് അത് പാക്ക് ചെയ്ത് അവരുടെ കൺട്രിയിലേക്ക് അത് പോകുന്നത്. എവിടേക്കാണ് ഓർഡർ ഉള്ളത് അവിടേക്ക് പോകുന്നത്. പുതിയ നിയമം ബൈബിൾ പ്രിന്റ് ചെയ്യാൻ കുറഞ്ഞത് 75 രൂപയെങ്കിലും ചിലവ് വരും. എന്നാൽ അത് 50 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. പാവപ്പെട്ടവർക്കാകട്ടെ തീർത്തും സൗജന്യമായും നൽകുന്നു. ഇതേപോലെ തന്നെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ സമ്പൂർണ്ണ ബൈബിളും പകുതി വിലയ്ക്കാണ് ഇവർ നൽകുന്നത്. ഇവിടെയാണ് ബൈൻഡിങ് എന്ന് പറഞ്ഞ ആൾക്കാർ അത് മാനുവലി ഇത് ചെയ്യണതാണ്. കട്ടിങ് കഴിഞ്ഞിട്ടുള്ള പുസ്തകങ്ങൾ ഇവർ കവർ ഒട്ടിക്കാനും ഇതിന് ഹെഡ് ബാൻഡ് അതേപോലെ തന്നെ റിബൺ ഒട്ടിച്ച് ഇതിന് ഓരോ കാര്യങ്ങൾ ചെയ്യണത്. ലാസ്റ്റ് ബൈൻഡിങ് എന്ന് പറഞ്ഞ പരിപാടി ചെയ്യുന്നത് ഇവരാണ്. ഇത് മാനുവലി ചെയ്യണതാണ് ഏറ്റവും നല്ലത്. അതുകൊണ്ട് ഇപ്പോഴും നമ്മൾ മാനുവലി എന്നുള്ള സാധനം തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്.
ദൈവവചനം കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാനും സമൂഹത്തിൽ പ്രകാശം പരക്കാനുമുള്ള വഴികൾക്കായി നിരന്തരം പ്രാർത്ഥിക്കുകയാണ് ടീം അംഗങ്ങൾ.